എന്നെ ഏറ്റി കൊണ്ടുപോകാൻ പാകത്തിന് ഒരു കാറ്റുണ്ട് കേട്ടോ. ഈ കാറ്റുള്ള കാരണം കൊണ്ട് തന്നെ വോയിസിന് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിരിക്കും ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആഗ്രഹം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം എഴുതി വെച്ചത് കൊണ്ട് മാത്രം, കുറച്ച് നന്ദി പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മുടെ ലൈഫിൽ കാറ്, വീട്, ബംഗ്ലാവ്, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ, അസുഖങ്ങളിൽ നിന്ന് മോചനം, ഇതൊക്കെ നേടാൻ പറ്റുമോ എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവന്ന് തരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവർ എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ നേടി, അല്ലെങ്കിൽ അവർ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് അവർ ആഗ്രഹിച്ച സാധനം നേടി, അല്ലെങ്കിൽ വിഷ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവർ ആഗ്രഹിച്ച സാധനം നേടി, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നേടി, അല്ലെങ്കിൽ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നേടി, ഇങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും. ആക്ച്വലി നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജി സ്റ്റുഡൻസിന് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പിക് ഇതായിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അവർ നമ്മളടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ, കാരണം ദൈവം തരാത്തൊരു സാധനത്തിന് ദൈവം തന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കാൻ പറ്റുമോ, അത് ഫീൽ ചെയ്യുന്നത് ശരിയാണോ, പിന്നെ നമ്മുടെ ഇന്നർ വേൾഡും ഔട്ടർ വേൾഡും നമ്മൾ രണ്ടല്ലേ, അപ്പോൾ ഇന്നർ വേൾഡിൽ കിട്ടിയ സാധനങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ പറ്റും. അതായത് ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഇതെല്ലാ കാര്യം ഞാൻ ഇതിൻ്റെ തൊട്ട് മേൽക്ക് അപ്പുറത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡൗട്ടാണ്, ക്ലാസ് കേട്ട ശേഷം അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട്സ് ആണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം മെയിൻലി ഇതേപോലെ കുറേ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇത് ശിർക്കല്ലേ, ഇത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അത് നടക്കുമോ, ഇത് കിട്ടുമോ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനെങ്ങനെയാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക മതങ്ങളിലോട്ട്, ദൈവങ്ങളിലോട്ട് ഇത് എങ്ങനെയാണ് കണക്ട് ആവുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനെ ശരിയായ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ മെയിൻലി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ പഠിച്ച എൻ്റെ ബോധത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ മനസ്സിലാക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ മേ ബി ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അല്ലേ. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് നമ്മൾ പറയുന്നു, ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മുടെ ചിന്തകൾക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ ഒരു വൈബ്രേഷൻ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കൊരു കാർ വേണമെന്ന്, ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലോട്ട് വന്ന സമയത്ത് തന്നെ കാർ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ കാറിന്റെ ഫ്രീക്വൻസിയും നമ്മുടെ തോട്ടിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും, അതിന്റെ ഫ്രീക്വൻസിയും ഒരേ സെയിം വൈബ്രേഷൻ ഉള്ള സാധനം സെയിം ആയിട്ട് അട്രാക്റ്റഡ് ആവണോ അത് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കാറിന്റെ വർത്തിന് അത്രമാത്രം തീവ്രമായിട്ട് നമ്മൾ അതിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കാറും നമ്മുടെ ആഗ്രഹത്തിന്റെ വർത്തും ഒരുപോലെ ആവുന്ന സമയത്ത് നമുക്ക് ആ കാറ് കിട്ടുന്നു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ തിയറി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കാറിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം അത്രയും ബിഗ് ആയിരിക്കണം എന്നുള്ളതാണ് തിയറി പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ടാണ്, ഇൻ കേസ് നമുക്ക് ആ കാറ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നത്, അതിനവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കുറേ മെന്റൽ ബ്ലോക്സ് ഉണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി, അസൂയ, കുനിറ്റ്, കുശുമ്പ്, നന്ദിയില്ലായ്മ, ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളിൽ നന്ദിയില്ലായ്മ, നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള വിശാലമായ കാഴ്ചപ്പാടില്ലായ്മ, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെ തടഞ്ഞു വെക്കാനുള്ള റീസൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരാൻ നമ്മൾക്ക് കുറേ പ്രാക്ടീസസ് ഉണ്ടാവും അല്ലേ. നന്ദി പറയുക, ദൈവം തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക, തരാത്ത കാര്യങ്ങൾക്ക് നന്ദി പറയുക, അതേപോലെ ഫൊർഗീവ് ചെയ്യുക. അവർ പറയുന്ന രീതി അങ്ങനെയാണ് കേട്ടോ. ഫൊർഗീവ്നെസ് കൊടുക്കുക, സ്വന്തത്തോട് ഫൊർഗീവ്നെസ് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ പിന്നെ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ ഇരുന്ന് കണ്ണടച്ച് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, അതിനെ ടച്ച് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ പോയിട്ട് പോസിറ്റിവിറ്റി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് റിലിജനായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് രണ്ട് കാര്യങ്ങളുടെ ബേസിലാണ് ഇതിനെ മുസ്ലിം റിലീജിയനായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് കാണപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹ് എനിക്ക് എല്ലാം തരാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മൾ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുന്ന പക്ഷം അള്ളാഹ് എനിക്ക് എല്ലാം തരാൻ പ്രാപ്തിയുള്ളവനാണ് അല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ ഡൗട്ട് വരുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നതിനൊക്കെ നിങ്ങൾ നന്ദി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ശക്കർത്തും ലഅസീദന്നക്കും, ഞാൻ തന്നതിനൊക്കെ നിങ്ങൾ നന്ദി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ ഞാൻ കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അത് ഫീൽ ചെയ്തുകൊണ്ട് ഒരു നന്ദി പറയാനായിട്ട് വില്ലിങ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഇത് കണക്റ്റഡ് ആവുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ കാറിനെ വയ്ക്കാം, ആ കാറിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടാത്ത ഒരു കാറ്
ഓക്കെ, അത് നമ്മുടെ ഇന്നർ വേൾഡിൽ, നമ്മുടെ രണ്ട് വേൾഡ് ഉണ്ടെന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ഇന്നർ വേൾഡ്, അത് നമ്മുടെ സോൾ. രണ്ടാമത്തേത് നമ്മുടെ ഔട്ടർ വേൾഡ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകം. അപ്പോൾ നമ്മുടെ ഇന്നർ വേൾഡിൽ നമുക്ക് ആ കാറ് കിട്ടുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ ഔട്ടർ വേൾഡിൽ എഴുതി വെക്കുകയാണ് എന്ത്, എനിക്ക് ആ കാറ് തന്ന ദൈവത്തിന് നന്ദി എന്നുള്ള ഒരു സാധനം. അതിനിപ്പോൾ യൂണിവേഴ്സിനാണെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ താങ്ക് യു ആ കാറിന് തന്നെ നേരിട്ട് നമ്മൾ താങ്ക് യു അങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ആ ഒരു അത് വാട്ട് എവർ മേ ബി ഏത് ഫോർമാറ്റിൽ എഴുതിയാലും സാധനം ഇതാണ്, കിട്ടാത്തൊരു സാധനം നിങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ മൈൻഡിൽ നമുക്ക് അവിടെ ഒരു സാധനം ഒന്ന് ട്രിക്ക് ആവില്ല. കാരണം എന്താ വെച്ചാൽ അള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തമാശയ്ക്ക് പോലും കളവ് പറയരുത് എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ തമാശയ്ക്ക് പോലും കളവ് പറയരുത് അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം എഴുതുമ്പോൾ ആദ്യം നമ്മളെ പറ്റിക്കുന്ന ആരെയാണ്? നമ്മളെയാണ് അല്ലേ. പിന്നെ നമ്മുടെ ഇന്നർ വേൾഡിന്, നമ്മളുടെ സോളിന് യാത്ര ചെയ്യാൻ കാറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ തൃപ്തിപ്പെടുത്താൻ അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ സോളിന് തൃപ്തിപ്പെടാൻ, നമ്മുടെ സോളിന് ആകെ ഒരൊറ്റൊരു വിശപ്പുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ആകെ ഒരു വിശപ്പ് എന്ന് പറയുന്നത് പീസാണ്. ആ ഒരു പീസിൽ നമ്മളെ നിർത്താനായിട്ട്, ഇപ്പം നിങ്ങൾക്ക് കാറ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സന്തോഷം കൊണ്ട് പൊട്ടിത്തെറിക്കാൻ മാത്രമുള്ള സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡ് എന്ത് ചെയ്യും? ആ സന്തോഷത്തെ സട്ടിൽ ചെയ്യും. കാരണം അത് സട്ടിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? നമ്മൾ അറ്റാക്ക് വരില്ല. ലോട്ടറി അടിക്കുന്ന സമയത്ത് അറ്റാക്ക് വന്ന് പോകുന്ന ആൾക്കാരില്ലേ, സന്തോഷം കൊണ്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരില്ലേ. അപ്പം നമ്മുടെ ഇന്നർ വേൾഡിന് വേണ്ടത് സന്തോഷമോ സങ്കടമോ ഒന്നുമല്ല, പീസാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതായത് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവും എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വർക്കാവും. ഇതെങ്ങനെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ആവശ്യം കുറച്ച്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബട്ടർഫ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ബട്ടർഫ്ലൈസിന് തന്ന ദൈവത്തിന് നന്ദി എന്ന് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഗാർഡൻ ഉണ്ടാക്കിയാലാണ് ബട്ടർഫ്ലൈസ് വരുള്ളൂ. സോ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ അധ്വാനിച്ചാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊരു വീട് വെക്കാൻ, നിങ്ങളൊരു വീടാണ് ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ചോ, ആ വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ കുറേ സ്റ്റെപ്സ് ഉണ്ടാക്കാനുണ്ട് അല്ലേ. തറ ഇടണം, ആശാരിയെ കാണണം, അല്ലെങ്കിൽ മറ്റേ എഞ്ചിനീയറെ കാണണം, പ്ലാൻ വരപ്പിക്കണം, നിങ്ങളത് കല്ല് നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറേ സാധനങ്ങൾ സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോയാലാണ് വീടെന്ന് പറയുന്ന നമ്മുടെ ഒരു ഫൈനൽ ഔട്ട് അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ഓരോന്നിനും ഓരോ സ്റ്റെപ്സ് ഉണ്ട്, ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കടമ്പ കഴിയുമ്പോഴും നമ്മുടെ ദൈവത്തോട്, നമ്മുടെ ക്രിയേറ്ററോട് നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളതാണ് അവിടെ വേറൊരു കാര്യം. പിന്നെ നമ്മുടെ സോള് പ്യൂറസ്റ്റ് ആക്കി വെക്കാൻ പറയുന്നത് നമ്മളെ തടയുന്ന കുറേ സാധനങ്ങളുണ്ട്. മറ്റുള്ളവരോട് അസൂയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് ഇഫ് നമ്മളൊരു കാര്യം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാനായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഗാർഡൻ ഉണ്ടാക്കണം. ഈ ഗാർഡൻ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവാത്ത പക്ഷം എന്താ സംഭവിക്കുക? ബട്ടർഫ്ലൈസ് വരുമോ? വരൂല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു കാറ് വേണം എന്നുണ്ടെങ്കിൽ ആ കാറ് ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം കാറാണെന്ന് നിങ്ങൾക്കറിയാം, ആ കാറിന് കളർ ഉണ്ടെന്നറിയാം, കാറ് വേണമെന്നറിയാം, റിപ്പീറ്റഡ്ലി നിങ്ങൾ ആ കാറിനെ എന്താ പറയുക അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, എവ്രിതിങ് ഈസ് ഫൈൻ. പക്ഷേ ആ കാറ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക കൂടെ വേണം. ഓക്കെ, ഇനി ഇതെല്ലാം ചെയ്തു, എവിടെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ അപകടാവസ്ഥ കിടക്കുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് പല ആൾക്കാർക്കും അംഗീകരിക്കാൻ പറ്റിക്കോളുന്നില്ല കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ ഒരു ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി ഒരുപോലെ സക്സസ് ആവുന്ന ഒരു ലോ ആയിരിക്കണം. പക്ഷെ ലോ ഓഫ് അട്രാക്ഷന്റെ കേസിൽ എല്ലാവർക്കും ഇത് ഒരേപോലെ വർക്ക് ആവില്ല എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഫോർഗിവ്നെസ് ചെയ്യുന്നുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ടാവും, പല സാധനം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവർ ആഗ്രഹിക്കുന്ന ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ഇങ്ങനെ വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഇവർ തന്നെ പറയുന്ന നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള ബ്ലോക്സ്, നെഗറ്റിവിറ്റി ഒക്കെ കാരണം കൊണ്ടാണ് ഇത് വർക്ക് ആവാത്തതുള്ളത്. അപ്പോൾ ഇവർ തന്നെ ആലോചിക്കാൻ തുടങ്ങും, ഞാൻ ഇത്രമാത്രം നെഗറ്റീവ് ആണോ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഞാൻ എന്ത് ചെയ്തിട്ടും എന്താണ് എൻ്റെ വിഷൻ നടക്കാത്തത്, എൻ്റെ ആഗ്രഹം എന്താണ് നടക്കാത്തത്, ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ വേ ഓഫ് തിങ്കിങ് പോവുക. ഇവിടെയാണ് നമ്മളൊരു വിശ്വാസി ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടുന്നത്. അത് ഏത് മതവിശ്വാസിയാണെങ്കിലും കേട്ടോ. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് കുറേ ആൾക്കാർ പറയാറുണ്ട്, എന്നെ ജിഹാദി എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കേട്ടോ ആ കാര്യത്തിൽ. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഫൈൻ. പക്ഷേ നമുക്കൊരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, നമുക്കൊരു വിശ്വാസം ഉണ്ടാവുകയും ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ, മറ്റുള്ളവരുടെ എല്ലാ വിശ്വാസത്തെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യാന്നാണ്. അപ്പം എൻ്റെ മുന്നേയുള്ള ഏത് വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ഞാൻ എല്ലാ മതവിശ്വാസത്തെയും റെസ്പെക്ട് ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാ വിഭാഗക്കാരെയും അവരുടെ ഒപ്പീനിയൻസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാറുണ്ട്. ഈ പറയുന്ന അവിശ്വാസികളെ അല്ലെങ്കിൽ എന്താ പറയുക നിരീശ്വരവാദികളെ പോലും ഞാൻ അവരുടെ കാഴ്ചപ്പാടിനെ പോലും റെസ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പൊ വിശ്വാസി ആയിരിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രിവിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ അവിടെ ഡിപ്രഷനിലോട്ട് പോകില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ വിശ്വാസത്തിന്റെ കാര്യം പറയണം കേട്ടോ. അതായത് ദൈവം നമുക്കൊരു കാര്യം ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു, അപ്പൊ ഞാൻ നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് കൂടി വരുമ്പോൾ എന്താവുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആയിട്ട് തന്നെ പോകില്ലേ. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആവാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നു. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും മടുത്തു, നമുക്ക് മനസ്സ് മടുത്തു, ഞാൻ അത്രമാത്രം നെഗറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പൊ അത് ഒഴിവാകും. ദൈവം നമുക്ക് എന്തെങ്കിലും തരും. അതായത് 3 റീസണിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ക്രിയേറ്റർ നമുക്കത് എന്തെങ്കിലും മേ ബി തരുമായിരിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ, ഞാൻ ആഗ്രഹിച്ച കാറാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ ബെറ്റർ ഒരു വണ്ടിയാണ് പടച്ചോൻ കരുതി വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റർ എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാർ എനിക്ക് കിട്ടാതെ പോയെന്നുള്ളതായിരിക്കും ഫസ്റ്റത്തെ ഒരു സമാധാനം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, രണ്ടാമത്തെ സമാധാനം എന്ന് പറയുന്നത്, ഈ കാറ് കാരണം കൊണ്ട് എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കാനിരിക്കുന്നതായിരിക്കാം അല്ലെ. ഞാൻ അട്രാക്ട് ചെയ്ത് കാറിന്റെ വൈബ്രേഷനും എൻ്റെ വൈബ്രേഷനും ശരിയായി അത് സാധനം ഇങ്ങോട്ട് വന്നിട്ട് ഫ്യൂച്ചറിൽ എനിക്ക് ആ കാറ് കാരണം കൊണ്ട് അപകടം സംഭവിച്ച് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അപ്പൊ അത്തരത്തിലുള്ള ഒരു അപകടം തടയാൻ വേണ്ടി എൻ്റെ ക്രിയേറ്റർ, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ച് എനിക്ക് തരാതിരിക്കുന്നതായിരിക്കാം എന്നുള്ളൊരു സമാധാനം ഒരു വിശ്വാസിക്ക് ഉണ്ടാവും. അതിന്റെ മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പൊ പരലോകത്തിൽ അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നാളെ ആഖിറത്തിൽ എത്തുന്ന സമയത്ത് എൻ്റെ ഈ ഒരു ദുആ സ്വീകരിക്കാത്ത, ഈ ഒരു പ്രാർത്ഥന സ്വീകരിക്കാത്തതിന് പകരം ദൈവം എനിക്ക് അവിടെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട്, അതായത് നാളെ ആഖിറത്തിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടാവും. സോ അവരൊരിക്കലും ഡിപ്രഷനിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറെ ആൾക്കാർ തടയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്രാജുവലി ദൈവം എന്നുള്ള, അതായത് നമുക്ക് എന്തെങ്കിലും തരാനുള്ള കഴിവ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് അത് എൻ്റെ മനസ്സിനാണ് എന്നുള്ള ഒരു തോട്ടിലോട്ട് തിങ്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ലേൺ. ഈ നമ്മൾ പറയാറില്ലേ, ഒരു പനിയാണെന്നുണ്ടെങ്കിൽ അതിന് 3 തരത്തിൽ നമുക്ക് 3-4 ഇഷ്ടംപോലെ തരത്തിലുണ്ട്, എന്നാലും മെയിൻലി 3 തരത്തിൽ നമുക്ക് അതിനെ കാണാം. പാരസെറ്റമോൾ, ഇംഗ്ലീഷ് മെഡിസിനിൽ പോയി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് പറയും? പാരസെറ്റമോൾ തരും അല്ലേ. അതിന് ഒരു ആയുർവേദ ആണെങ്കിൽ അവർ ആയുർവേദ ഗുളിക തരും. ഇത് ഹോമിയോ ആണെങ്കിൽ ഹോമിയോ മെഡിസിൻ തരും. ഇപ്പൊ ഇംഗ്ലീഷ് മെഡിസിനിൽ കാണിക്കുന്ന സമയത്ത് അവർ പറയും പാരസെറ്റമോൾ കഴിച്ചാൽ മതി, പനി മാറും എന്ന് പറയും. ഇതേ സാധനം ഹോമിയോയിൽ പോകുമ്പോൾ അവർ പറയും ഈ മരുന്ന് കഴിച്ചാൽ മാറും, ആയുർവേദത്തിൽ പോകുമ്പോൾ അവർ പറയും ഈ മരുന്ന് കഴിച്ചാൽ മാറും എന്നുള്ളത്. ഈ 3 രീതിയിലും നമ്മുടെ പനി മാറ്റാനായിട്ട് പറ്റുമെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് നമ്മളെ ഹീൽ ചെയ്യുന്നത് ആരാണ്? ഒന്നാമത്തെ കാര്യം, നമ്മളൊരു മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യണം ആ മെഡിസിനോട് അല്ലെ. ആ റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്ത് തന്നാരാണ്? നമ്മുടെ ദൈവമാണ് അല്ലെ, നമ്മുടെ ക്രിയേറ്ററാണ് നമുക്ക് അത് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോഡി നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഹീൽ ചെയ്യുന്നത് നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബോഡിയെ കൊണ്ട് അത് ഹീൽ ചെയ്യിപ്പിക്കുന്നത് ദൈവമാണ്. അതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യത്തിലോട്ട് ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനായിട്ട്, നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായി, ഇത് ഇന്ന സാധനമാണ് നിന്റെ ലക്ഷ്യം, സോ നീ അതിലോട്ട് തന്നെ പോകണം, അത് നേടാനായിട്ട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു വ്യക്തമായ പ്ലാൻ എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടിൽ ബട്ടർഫ്ലൈസ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മണ്ണ് കളക്കണം, ചെടി വെക്കണം, ആ ചെടി പൂവിടുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഈ ഒരു സാധനം, ഇതൊരു ലോങ് പ്രോസസ്സാണ്, കൺസിസ്റ്റൻസി വേണം എന്നുള്ളൊരു സാധനം എന്നെ തന്നെ എനിക്ക് പഠിപ്പിക്കാൻ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വല്ലാതെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, നമ്മുടെ സെൽഫ് നമ്മൾ ആ ഒരു മോട്ടീവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സെൽഫ് നമ്മൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഞാൻ നല്ലതായിരിക്കണം, എനിക്ക് ആരോടും കുശുമ്പ് ഉണ്ടാവാൻ പാടില്ല, എന്നാലാണ് ഞാൻ നന്നാവുള്ളൂ. ഇത് വേറൊരു വിധത്തിൽ പറയുന്നുണ്ട്, നമ്മൾക്ക് എന്ത് നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് നേടണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് ദുആ ചെയ്യുന്ന പക്ഷം അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അത് ആദ്യം നമുക്ക് കിട്ടിയിട്ടാണ് അവർക്ക് കൊടുക്കുള്ളൂ എന്നുള്ളത് അള്ളാഹ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സെയിം സാധനം നമ്മൾ എന്താ പറയുക, ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന എല്ലാ നെഗറ്റിവിറ്റിയും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഈ നെഗറ്റിവിറ്റി കളയാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദൈവം തന്നതിന് നന്ദി പറയാട്ടോ. തരാത്ത സാധനത്തിന് നന്ദി പറയാൻ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തന്ന സാധനങ്ങൾക്ക് നിങ്ങൾ മര്യാദയ്ക്ക് നന്ദി പറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര രീതിയിൽ ചേഞ്ച് ആവുന്നതാണ്. നമ്മളതിനെ പറ്റിക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ലേ എന്നുള്ള കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ നിങ്ങൾ ഇതിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളൊരു ദുആ പടച്ചനത്ത് മുന്നിൽ വെക്കുന്ന സമയത്ത് നമ്മളത് നടക്കും, ഉറപ്പായിട്ട് നടക്കും അല്ലെ. നമ്മളൊരു കിച്ചണിൽ പോയിട്ട്, ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ കിച്ചണിൽ പോയി നമ്മൾ അവരടുത്ത് പറയണം എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് നമ്മുടെ ടേബിളിൽ വന്ന് ഇരിക്കുന്നത് പോലെയാണ്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് 2-3 ദിവസത്തേക്ക് നമ്മൾ ഡെലിവറി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം. അത്രയും ഉറപ്പിലാണ് നമ്മൾ ഒരു പ്രാർത്ഥന മുന്നിലോട്ട് വെക്കുന്നത്. അത്രയും ഉറപ്പിൽ ആ പ്രാർത്ഥന മുന്നിലോട്ട് വെക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അട്രാക്ട് ചെയ്യുന്നതും, അതേപോലെ വിഷ് മാനിഫെസ്റ്റ് ചെയ്യുന്നതും, വിഷൻ ബോർഡ് വെക്കുന്നതും എല്ലാം അത്രയും ഉറപ്പിൽ തന്നെയാണ്. പക്ഷേ
നമ്മൾ ഈ വിശ്വാസത്തിന്റെ കോൺസെപ്റ്റിലൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ള പറഞ്ഞ പോലെ അത് സിമ്പിൾ ലോ ഓഫ് അട്രാക്ഷൻ, നമ്മളൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ കാലങ്ങളായിട്ട് ഇതാണ് സാധനം എന്നറിയാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ആണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് 100% വർക്ക് ചെയ്യുന്ന ഒരു സാധനം അല്ല. എൻ്റെ പേഴ്സ്പെക്റ്റീവിലല്ല, ഇനിയിപ്പോൾ സയന്റിഫിക്കലി അത് പ്രൂവൺ ആണ് 100% വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വർക്ക് ആവാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിന് പല റീസൺസും അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ റീസണും ഒരുപോലെ ആവുകയാണെങ്കിൽ 100% വർക്ക് ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളം ചൂടുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ വെച്ച വെള്ളം 89 ഡിഗ്രി നമ്മൾ ചൂടാക്കിയിട്ടുള്ളൂ. ബാക്കി 1 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 12-13 ഡിഗ്രി നമ്മൾ ചൂടാക്കാത്തത് കാരണം കൊണ്ടാണ് വെള്ളം തിളയ്ക്കാത്തതെന്നാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പാടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തപ്പോ പഴവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. പിന്നെ 100 ഡിഗ്രി ആവുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ വെള്ളം തിളയ്ക്കുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഒരു 100 ഡിഗ്രി തിളപ്പിക്കാൻ ഒരു പക്ഷേ പറ്റാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷനിലോട്ടായി പോവാതിരിക്കാൻ വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ ജസ്റ്റ് നമ്മൾ പനി വരുമ്പോൾ കഴിക്കുന്ന ഒരു പാരസെറ്റമോൾ പോലെയാണ്. നമ്മുടെ ലൈഫിലോട്ട് നമ്മളതിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത്രമാത്രം കരുതി ഇംപ്ലിമെൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഇതാണ് എല്ലാം എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ലൈഫിലോട്ട് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം അൾട്ടിമേറ്റ്. നമ്മൾ പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്, പനി മാറുന്നുണ്ട്. ഇതൊരു പാരസെറ്റമോൾ പോലെയാണ്. ഇനിയിപ്പോൾ അത് ഇൻഫെക്ഷൻ്റെ കാരണം കൊണ്ട് വന്ന പനിയാണെന്നുണ്ടെങ്കിൽ തൽക്കാല ആശ്വാസം മാത്രമേ ഈ പാരസെറ്റമോളോട് കിട്ടുള്ളൂ. നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്ത് ആ ഇൻഫെക്ഷൻ ക്യൂർ ആകുമ്പോഴാണ് നമ്മുടെ പനി മാറുള്ളൂ. അതേപോലെ എവിടെയാണ് ബ്ലോക്കായി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ എടുത്ത് മാറ്റി ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കൊരു ഫൈനൽ ഔട്ട് കിട്ടുള്ളൂ. അഥവാ ഒരു ഫൈനൽ ഔട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഫോൾട്ട് അല്ല. വലിയൊരു ടോപ്പിക്കാണ്. ഒരു 2, 3, 4 മണിക്കൂർ എടുത്ത് ഡിസ്കസ് ചെയ്ത് കുറേ എക്സാമ്പിൾസ് വെച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത്രയും കുറഞ്ഞ സമയത്തിനകത്ത് ഒരു 10-16 മിനിറ്റാണ് മാക്സിമം എടുത്തിട്ടുള്ളത്. ഇത്രയും കുറഞ്ഞ സമയത്ത് ഈ ഒരു വിഷയം എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം സ്പീഡിൽ റിപ്പീറ്റീവ് ആവാതെ അല്ലെങ്കിൽ എന്താ പറയുക വെറുപ്പിക്കാതെ ക്യുക്കായിട്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണോ? പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് എഴുതേണ്ടത്, അതേപോലെ എങ്ങനെയാണ് ജേർണൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഷ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്കിത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. കാരണം ഒരു 10-16 മിനിറ്റ് ആകുമ്പോഴേക്കും തീർക്കണ്ടേ, അല്ലെങ്കിൽ ഒരു 18 മിനിറ്റ് ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും തീർക്കണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് ഓടിപ്പായാണ് വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ. അപ്പോൾ എനിക്കിത് ഇത്തിരി ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞു തന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.